5-ാമത്തെ ദിവസമാണ്. നമ്മളങ്ങനെ തുർക്ക്മെനിസ്ഥാനിലെ ഗ്യാസ് ക്രിയേറ്ററിൻ്റെ അവിടെയാണ്. രാവിലെ എഴുന്നേറ്റു. അവിടെ രാവിലെ 7 മണിക്ക് ട്രിപ്പ് തുടങ്ങും. നമ്മൾ ഉച്ചവരെയും ഇവരുടെ കൂടെയാണ്. ഇവരുടെ ആ പാക്കേജിലുള്ളതാണ്. നമ്മൾ ഇന്നലെ രാത്രി എയർടെയിലാണ് കിടന്ന്. ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര ചൂടായിരുന്നു. പിന്നെ പുറത്ത് ബെഞ്ച് എടുത്തിട്ട് ആണ് ഇന്നലെ കുറച്ച് നേരമൊക്കെ കിടന്നത്. ഇവിടെ വേറെ ആൾക്കാർ അവിടെയൊക്കെ പുറത്തിട്ടൊക്കെയുണ്ടോ ചൂട് കാരണം. ഇന്നുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വില്ലേജിൽ പോകുന്നുണ്ട്, ഒരു ട്രഡീഷണൽ വില്ലേജിൽ. ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 7 മണിയാകുമ്പോഴത്തേക്കും ചെല്ലണം അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രഡീഷണൽ വില്ലേജിൽ പോവുകയാണ്. ട്രഡീഷണൽ വില്ലേജിൽ നിന്ന് ലഞ്ചും കഴിഞ്ഞ് ഇവർ കൊണ്ടുപോയി തിരിച്ച് ഉസ്ബെക്കിസ്ഥാൻ്റെ ബോർഡറിൽ കൊണ്ടുപോയി വിടും. അപ്പോൾ നമ്മൾ തുർക്ക്മെനിസ്ഥാൻ എക്സിറ്റ് ചെയ്യുകയാണ് ഇന്ന്. അപ്പോൾ 4 മണിക്ക് മുമ്പ് ബോർഡർ ക്ലോസ് ആവും. അപ്പോൾ അതിനു മുമ്പ് എക്സിറ്റ് ആവണം. എന്നിട്ട് വേണം നമുക്ക് ടാഷ്കെൻറ്റിന് ഡ്രൈവ് ചെയ്യാൻ. ടാഷ്കെൻറ്റ് ഏതാണ്ട് 1000 കിലോമീറ്റർ ഉണ്ട്. അത് ഏകദേശം 10 മണിക്കൂർ പിടിക്കുമെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ 10 മണിക്കൂർ കൊണ്ട് എത്താൻ ചാൻസ് ഇല്ല. ഒരു 14 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ ഉറക്കം കട്ടപ്പുക. അപ്പം ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും സ്ഥലമൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും, അല്ലാണ്ടൊരു കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. എനിവേ നോക്കാം എങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ദർവാസ ക്രിയേറ്ററിനോട് നമ്മൾ ഇവിടെ പറഞ്ഞ് ഇന്ന് യുനെസ്കോ ഹെറിറ്റേജ് വില്ലേജ് കാണാൻ പോവുകയാണ്. ഇവിടെ തന്നെയുള്ള വണ്ടിയെല്ലാം റെഡിയാണ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അത്യാവശ്യം വാഷൊക്കെ ചെയ്ത് നമ്മൾ കയറി. നമ്മുടെ വണ്ടിയും ഒക്കെ റെഡിയാണ്. ഇനി അടുത്ത എക്സൈറ്റിംഗ് ട്രിപ്പാണ്. എന്നാൽ പോയേക്കാം. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു. രാവിലത്തെ ട്രിപ്പ് അങ്ങ് തുടങ്ങുകയാണ്. വെയിൽ വന്ന് അവിടെ കാണുന്നതാണ് നമ്മുടെ ദർവാസ ക്രിയേറ്റർ. അവസാനമായി ഒന്നുകൂടെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നുകൂടെ കണ്ടിട്ടെന്നല്ല, അതിനുവേണ്ടി നിർത്തുന്നൊന്നുമില്ല. അതിൻ്റെ അടുത്തോടെ അങ്ങ് പോകും. പറഞ്ഞ പോലെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒന്നുകൂടെ നിർത്തി. കണ്ടോ, ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കെട്ടടങ്ങാത്ത തീയാണ്. പിന്നെ പോവല്ലേ? സംഭവം എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞു. പോവാണ് നമ്മളിനി തുർക്ക്മെനിസ്ഥാൻ്റെ 1-2 വില്ലേജുകൾ, പിന്നെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഒരു റെസ്റ്റോറൻറ്റ്. യുനെസ്കോയുടെ ഇതാണോ? യുനെസ്കോ വില്ലേജ്, യുനെസ്കോ ഹെറിറ്റേജ് സെൻ്റർ ആയിട്ടുള്ള ഒരു വില്ലേജിൽ പോകുന്നുണ്ട്. 1-2 മസോളിയം കാണുന്നുണ്ട്. പഴയ ജംഗിസ് ഖാൻ്റെ തേരോട്ടം നടന്ന ചില സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള ഒരു ട്രഡീഷണൽ ലഞ്ച്. അതിനുശേഷം നമ്മൾ തിരിച്ച് ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്നു. ക്രോസ് ചെയ്ത് കീവയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് രാത്രി നമ്മൾ നൈറ്റ് ഡ്രൈവിംഗ് ആണ് ടാഷ്കെൻറ്റിലേക്ക്. ഇനി ഇങ്ങോട്ട് വന്ന് ഈ 3-4 മണിക്കൂറുള്ള ഈ മരുഭൂമി കൂടെ തിരിച്ച് അങ്ങോട്ടും ഡ്രൈവ് ചെയ്യണേ. അതാണ് ഇനിയുള്ള ഏറ്റവും വലിയുള്ള ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് വരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് പോകാനാണ്. അത് ഇങ്ങനെ ഈ മണ്ണിൽ കൂടെ ചാടി ഇങ്ങനെ പോകണം. അതൊരു 3-3.5-4 മണിക്കൂറോളം ഉണ്ട്. എന്നിട്ട് വേണം നമുക്ക് ബോർഡറിൽ ചെല്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് കാണാനൊക്കെ നമ്മൾ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറേ സമയമൊക്കെ പോവായിരിക്കും. ഇനി നോക്കാം. പക്ഷേ ഈ ഡ്രൈവ് ഒരു രസമാണ് കേട്ടോ. ഈ ക്യാമറ കാണുമ്പോഴാണ് ഇങ്ങനെ ഇല്ലാത്തുള്ളൂ. പക്ഷേ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു രസമുണ്ട്. നമ്മളൊരു അഡ്വഞ്ചറസ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യും. വണ്ടി ചെരിഞ്ഞും മറിഞ്ഞും പൊങ്ങി ഉയർന്ന് ചാടിയും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ, അതായത് ഒരു കൺട്രോൾ വിട്ടു പോകണ പോലെ ഇടയ്ക്കങ്ങ് പോകണേ, പിടിവിട്ട് പോകണ പോലെ. പക്ഷേ ഇവൻ കൂളായിട്ടിരുന്നാണ് ഓടിക്കുന്നത്, ഭയങ്കര കൂളായിട്ട്.
ഗ്യാസ് എടുക്കണേ. അങ്ങനെയാണ് മണ്ണിൽ നിന്ന് കുഴിച്ച് ഗ്യാസ് എടുക്കണേ. ഇതുണ്ടോ, പുതിയ തുറന്ന് തുടങ്ങാൻ പോണാണ്. ട്രാക്ക് കാണാം. ആ റെയിൽവേ ട്രാക്ക് പല സിനിമയിലൊക്കെ ഉള്ളതാണ്. മരുഭൂമികളുടെ ട്രെയിൻ പോകുന്നതായിട്ടുള്ള ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ കൊള്ളാവുന്ന ഒരു പ്രദേശത്തെത്തി. ഐ മീൻ റോഡിൽ കുറച്ചൊക്കെ റോഡ് നന്നായിട്ടുള്ള ഭാഗം. ഈ റോഡ് പണിത് 1980-ലാണ്. അത് സോവിയറ്റ് യൂണിയനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് അഫ്ഗാൻ പിടിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ അവരുടെ ആർമീനെ മൂവ് ചെയ്യാൻ വേണ്ടി പണിത് റോഡാണിത്. അതിനുശേഷം ഇത് ടാർ ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ റോഡ് കിടക്കണേ. ഇതൊക്കെ ഒരുമാതിരി നല്ല പ്രദേശമാട്ടോ. ഇതിനു മുമ്പ് നമ്മൾ വന്നത് മൊത്തം ഈ പൊടി പോലെയുള്ള അവിടെ ഇവിടെയും ചെറിയൊരു പീസ് മാത്രം, ടാറിൻ്റെ ചെറിയൊരു പീസ് മാത്രമുള്ള ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഇപ്പം നമ്മൾ പോകുന്ന ഏരിയ യുനെസ്കോയുടെ അണ്ടറിലുള്ളതാണ്. അതായത് ചെങ്കിസ് ഖാനും അതിനു മുമ്പ് മംഗോളിയൻസും ഇൻവേഡ് ചെയ്ത സ്ഥലമാണ്. പക്ഷേ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമുള്ള സ്ഥലങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഗൈഡ് പറഞ്ഞു തന്നെങ്കിലും അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെയുള്ള കുറച്ച് ബിൽഡിങ്ങുകളും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെയാണ് പലരും അടക്കിയിരിക്കുന്നത്. ഈ പുറകെ കാണുന്ന കെട്ടിടമൊക്കെ 1100-കളുടെ 1200-കളുടെ 1300-കൾ വരെയുള്ള കഥയാണ് പറയുന്നത്. ചെങ്കിസ് ഖാൻ്റെ കഥകൾ. ഇവർക്ക് തന്നെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ല, ഇവിടെയുള്ള ഗൈഡിന്. കാരണം അതൊന്നും അത്ര ഇവിടുത്തെ ഗവൺമെൻറ് ഇതൊന്നും അത്ര പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. അതിൻ്റെ രേഖകളൊന്നുമില്ല. ഉള്ള ലിമിറ്റഡ് രേഖകൾ വെച്ചാണ് ഗൈഡ് നമുക്കിത് പറഞ്ഞു തരുന്നത്. നമ്മൾ ട്രഡീഷണൽ മീലാണ് കഴിക്കുന്നത് ഇവിടുത്തെ തുർക്ക്മെനിസ്ഥാനിലെ. റൈസ് ഉണ്ട്. ഇത് വെജിറ്റബിൾ ആൻഡ് മീറ്റാണ്. എന്ത് മീറ്റാണെന്നറിയില്ല. എന്ത് മീറ്റാണെന്നറിയാമോ? ചിക്കൻ. ഓക്കെ. പിന്നെ സാലഡുണ്ട്. ഇതിന് മുമ്പ് സാലഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച കൂട്ട് സാലഡാണ് വന്നിരിക്കുന്നത്. ഇത് ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്. ടൂറിസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ വിളമ്പണ ചേച്ചി ചാടി ചാടി നിൽക്കേണ്ടത് ഈ ചേച്ചിയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വിളമ്പുന്ന ആൾ. നല്ല മിടുക്കിയാണ്. പിള്ളേരൊക്കെ ഉണ്ട് സെർവ് ചെയ്യാൻ. അവസാനം ഒരു പുഡിങ്ങോടെ കിട്ടി. ഒരു കേക്ക്, ഇടയ്ക്ക് ക്രീം വെച്ച് വരണം. പിന്നെ ഗ്രീൻ ടീ ചോദിച്ചു കഴിഞ്ഞാൽ തരും. ഗ്രീൻ ടീ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫുഡിനും വെറൈറ്റി എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് പോയി ഇനി തുർക്ക്മെനിസ്ഥാൻ്റെ ബോർഡർ കടന്ന് ഉസ്ബെക്കിസ്ഥാനിൻ്റെ കീവിലോട്ട് യാത്രയാണ്. കീവിൽ നിന്ന് രാത്രി തന്നെ നമ്മൾ പോവും ടാഷ്കെൻറ്റിന്. അപ്പോൾ നല്ല ഡ്രൈവ് ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഓൺ ദ വേ. ബോർഡർ അങ്ങോട്ട് കിടക്കാൻ എളുപ്പമായിരിക്കുന്ന തോന്നണം. ഇങ്ങോട്ട് പോകുന്ന പോലെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. ഇതൊരു ഹൈവേ ആണ്. ഭയങ്കര വിജനമാണ് ഈ സൈഡ്. ഇവിടുത്തെ 50 ലക്ഷം ആൾക്കാരുള്ളൂ മൊത്തം പോപ്പുലേഷൻ. അതിൽ 40 ലക്ഷവും ഇത് തലസ്ഥാന നഗരത്തിലാണ്. നമ്മളീയുള്ള സ്ഥലത്ത് 10 ലക്ഷം പേരേ ഉള്ളൂ താമസമുള്ളൂ. പിന്നെ വണ്ടികളാണെങ്കിലും ഇവിടെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ ഷവർലയുടെ വണ്ടി കണ്ടെങ്കിൽ ഇവിടെ ടൊയോട്ടയുടെ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ പഴയ ലാഡ കാറുകളും അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ലെക്സസിൻ്റെ ഉണ്ട്. ലെക്സസിൻ്റെ ടൊയോട്ട ആയതുകൊണ്ട് ആണ് അത്. നമ്മൾ ബോർഡർ എത്തി. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ എക്സിറ്റ് അടിച്ച് പോകേണ്ടത്. ഇതാണ് ബോർഡറിൽ നിന്നാണ് എക്സിറ്റ് അടിച്ച് പോകേണ്ടത്. നമ്മൾ പറന്നടിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു. പക്ഷേ ഇവിടുത്തെ പോലീസും കൈക്കൂലിക്കാരാണെന്നതോടുകൂടി മനസ്സിലായി. കാരണം ഇപ്പം ഓടിക്കൊണ്ടുപോയി പൈസ കൊടുത്തപ്പോഴാണ് അത് മേടിച്ചിട്ട് അവർ പോയി. ഇവിടെ നിന്നാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇവിടെ നിന്നാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പോൾ ഇവിടെ ചെക്കിങ് കഴിഞ്ഞ് അകത്തോട്ട് പോകണം. അപ്പോൾ നമ്മൾ കീവയിൽ വന്നു. കീവയിൽ നിന്ന് ഇനി നമ്മൾ നേരെ ടാഷ്കെൻറ്റിൽ പോവാണ്.
ലോങ് ജേർണിയാണ്. 12 മണിക്കൂറോളം ഉണ്ട്. ഒരു 14 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം.